കഴിഞ്ഞ ഒക്ടോബർ 19 സ്ഥലം കാട്ടിലപ്പിടിക. സമയം വൈകിട്ട് 4 കഴിഞ്ഞു. ദേശീയപാതയോരത്ത് നിർത്തിയിട്ട കാറിൽ നിന്ന് ശബ്ദം കേട്ടാണ് സമീപത്തുള്ള കച്ചവടക്കാരൻ പരിശോധിക്കുന്നത്. കാറിനകത്ത് മുളകുപൊടിയിൽ കുളിച്ച യുവാവ്. കാറിന്റെ മുൻസീറ്റിലും പിൻസീറ്റിലും മുളകുപൊടി വിതറിയിട്ടുണ്ട്. യുവാവിന്റെ കൈകാലുകൾ കെട്ടിയ നിലയിലാണ്. ആളുകൾ തടിച്ചുകൂടി. വീട് കേട്ടു. അപ്പോൾ ഞാൻ കാലിയാണല്ലോ ഇവിടെയൊക്കെ. അപ്പോൾ വെറുതെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അവിടെ ആരുമില്ല. വീണ്ടും ഞാൻ അവിടെ നേരത്തെ വീണ്ടും ഞാൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാറിൻ്റെ അടുത്തേക്ക് പോയി നേരം മൊത്തത്തിൽ സ്റ്റെയറിങ്ങിൽ മൊത്തത്തിൽ മുളക് പൊടിയാണ്. അപ്പോൾ പിന്നെ ബാക്ക് ഭാഗത്ത് ശ്രദ്ധിച്ചാലോ പടിഞ്ഞാറോട്ട് മുഖം വെച്ചിട്ട് ഒരാളിങ്ങനെ ഇരിക്കുന്നത് മൊത്തം മുളക് പൊടിയാണ്. ഈ ആളാണ് അള്ളോന്ന് പറയുന്നത്. അപ്പം ബാക്കിൽ നോക്കുമ്പോൾ കൈ കെട്ടിയിട്ടുണ്ട്. ATM കൗണ്ടറുകളിൽ പണം നിക്ഷേപിക്കുന്ന ജോലിയാണ്. പണവുമായി വരുമ്പോൾ അരിക്കുളം കുരുടിമുക്കിൽ വെച്ച് പർദ്ദധാരി കാറിന് മുന്നിലേക്ക് ചാടി. പിന്നാലെ 2 പേർ മുളകുപൊടി വിതറി തലക്കടിച്ചു, പണം കവർന്നു. വാഹനം ഇവിടെ ഉപേക്ഷിച്ചതാണ്. കാറിലുണ്ടായിരുന്ന പയ്യോളി സ്വദേശി സുഹൈൽ പോലീസിനോട് പറഞ്ഞതാണ്. എന്താ സംഭവിച്ചേ? വണ്ടിയിൽ പോയായിരുന്നു. ആ സമയത്ത് 2 ആൾ ഇതാക്കിയതാ. എത്ര പേരായിരുന്നോ? ഞാൻ 2 പേരാണ് കണ്ടത്. പോലീസ് വാഹനം വിശദമായി പരിശോധിച്ചു. സുഹൈലിനെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി. സുഹൈലിന്റെ മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങി. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസിന് വ്യക്തമായി മുളകുപൊടി വിതറലും പണം കവർച്ചയും നാടകമാണ്. സുഹൈലിന്റെ കണ്ണിലോ മുഖത്തോ മുളകുപൊടി ഉണ്ടായിരുന്നില്ല. ശരീരത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഉപേക്ഷിച്ച കാറിന്റെ പിൻഭാഗത്ത് ഒരു വശത്തെ ചില്ല് തുറന്നു വെച്ചിരുന്നു. അക്രമികൾ തലക്കടിച്ചുവെന്ന് പറഞ്ഞെങ്കിലും ഇതും കളവാണെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. ഓരോ തവണ ചോദിക്കുമ്പോഴും മൊഴികളിൽ വൈരുദ്ധ്യം. സുഹൈലിനെ സംഭവം നടന്നെന്ന് പറഞ്ഞ സ്ഥലത്തെത്തിച്ച് നടത്തിയ പരിശോധനയിലും പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളില്ല. ഇതോടെ കൂട്ടാളികൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലേക്ക് കടന്നു പോലീസ്. സുഹൈലിന്റെ സുഹൃത്തുക്കളായ മൂടാടി സ്വദേശി മുഹമ്മദ് താഹിയെയും തിക്കോടി സ്വദേശി PV യാസറിനെയും അതിവേഗത്തിൽ അറസ്റ്റ് ചെയ്തു. 37 ലക്ഷം രൂപ താഹയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. വരുത്തിവെച്ച സാമ്പത്തിക ബാധ്യത തീർക്കാനായിരുന്നു കവർച്ചയെന്ന് പ്രതികൾ പോലീസിനോട്. അന്നേ ദിവസം പല ബാങ്കുകളിൽ നിന്നുമായിട്ട് 62 ലക്ഷം രൂപയോളം സുഹൈൽ വിഡ്രോ ചെയ്തതായിട്ട് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ലഭിക്കാവുന്ന പരമാവധി ക്യാമറകളും അന്നേ ദിവസം നൽകിയിരിക്കുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും വളരെ മൈന്യൂട്ടായിട്ട് പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ ഇത് ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസായിട്ട് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. 3 വർഷത്തോളമായി സുഹൈൽ ATM കൗണ്ടറുകളിൽ പണം നിറയ്ക്കുന്ന ഏജൻസിയിൽ ജോലി തുടങ്ങിയിട്ട്. ദിവസങ്ങളുടെ ആസൂത്രണം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് സുഹൈലും കൂട്ടുപ്രതികളും കവർച്ചയ്ക്കിറങ്ങിയത്. പക്ഷേ ക്ലൈമാക്സ് അടിമുടി പൊളിഞ്ഞു. പരാതിക്കാരനും കൂട്ടാളികളും മണിക്കൂറുകൾക്കകം ജയിലിലായി. രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.